ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സംഭവിച്ചിട്ടുള്ള തന്ത്രപരമായ വീഴ്ചകളാണല്ലോ ഞാൻ നേരത്തെ 1, 2, 3 എന്ന നിലയ്ക്ക് പറഞ്ഞത്. ഈ 400 സീറ്റ് അടക്കം തുടങ്ങിയിട്ടുള്ള അതിനകത്ത് തന്ത്രപരമായ വീഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. കെജ്രിവാളിൻ്റെ മാത്രമല്ല കേട്ടോ, ഹേമന്ത് സോറൻ്റെ അറസ്റ്റും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തൂടെ ഞാൻ വളരെ എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഈ ഗോത്ര വികാരം എന്ന് പറയുന്നത് അത് പാർട്ടി ഭേദമന്യുള്ളൊരു വികാരമാണ്. വലിയ ഗോത്ര സമൂഹമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബാബുലാൽ മറാൻഡി എന്ന് പറഞ്ഞ വളരെ പവർഫുൾ ആയിരുന്ന നേതാവുണ്ടായിരുന്നു ബി.ജെ.പിക്ക് ജാർഖണ്ഡിൽ. ബാബുലാൽ മറാൻഡിയുടെ നേതൃത്വത്തിലാണ് ബി.ജെ.പി അവിടെ വളർന്നത്. അതിന് ബാബുലാൽ മറാൻഡിയുടെ തൊട്ടു താഴെയുള്ള അർജുൻ മുണ്ട വളർന്നു വന്ന സമയത്ത് ബാബുലാൽ മറാൻഡിയും അർജുൻ മുണ്ടയും തമ്മിലൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ബാബുലാൽ മറാൻഡി പുറത്തേക്ക് പോയി. എന്നിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി. അന്ന് ബി.ജെ.പി ബാബുലാൽ മറാൻഡിയോട് അനീതി കാണിച്ചു എന്നൊരു വികാരം ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ശക്തമായപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഷിബു സോറൻ തിരിച്ച് ജാർഖണ്ഡ് മുക്തി മോർച്ച തിരിച്ച് അധികാരത്തിൽ വന്നു ജാർഖണ്ഡിൽ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ജാർഖണ്ഡിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഹേമന്ത് സോറൻ അകത്ത് കിടക്കുകയാണ്. ഹേമന്ത് സോറൻ എന്ന് പറയുന്നൊരു വളരെ ശക്തനായ ഗോത്ര നേതാവാണ്. ആ ഗോത്ര നേതാവിനെ പിടിച്ച് അകത്തിടുമ്പോൾ അതൊരു വലിയ സ്ട്രാറ്റജിക്കൽ എററാണ്. ഇതേപോലെ തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റും. അതും ഒരു വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പിഴയാണ്. ആ 2 പിഴകൾ മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടി പറയാം. നോക്കൂ, ഈ പറയുന്ന ചെങ്കോൽ സ്ഥാപിച്ചല്ലോ പാർലമെൻറ്റിനകത്ത്. ചെങ്കോൽ സ്ഥാപിച്ച സംഭവവും അവിടെ ദ്രൗപദി മുർമുവിൻ്റെ അസാന്നിധ്യവും വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ പ്രചാരണ വിഷയമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഒഡീഷയാണ്. ഒഡീഷയിൽ പരമാവധി ശ്രമം നടത്തി ബിജു ജനതാദളുമായിട്ട് സഖ്യമുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ നരേന്ദ്രമോദി? ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നേതാവ് പാണ്ഡ്യനാണ്. അദ്ദേഹമാണല്ലോ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാണ്ഡ്യൻ തമിഴനാണ്. അതുകൊണ്ട് ഈ മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു നേതൃത്വം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളെയാണ് നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അവിടെ വലിയ മുന്നേറ്റമാണ് ഒഡീഷയിൽ ബിജു ജനതാദൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അവിടെ ഒരു വലിയ പ്രചാരണം ശക്തമാണ്. ഈ ദ്രൗപദി മുർമുവിനെ പാർലമെന്റിൽ നിന്ന് മാറ്റുക മാത്രമല്ലല്ലോ, ചെങ്കോൽ അവിടെ സ്ഥാപിച്ചിട്ട് ഈ പറയുന്ന വലിയ സന്യാസിമാരെ കാഷായ വേഷമൊക്കെ ഇടിച്ചുകൊണ്ടുവന്ന് പാർലമെന്റിൽ വന്നിട്ട് വലിയ ചാൻറ്റിങ്ങും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇഫക്റ്റ് ചെറുതല്ല. ഒരു കാര്യം കൂടി പറയാം. ഈ അർത്ഥത്തിൽ മാത്രമല്ല, ദ്രൗപദി മുർമുവിൻ്റെ കേസ് ഈ അയോധ്യ ക്ഷേത്രത്തിനും ബാധകമാണ്. അയോധ്യ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ കാഷായ വേഷവും ധരിച്ചിരുന്ന് ബ്രാഹ്മണിക്കലായ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുത്തയാളാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദി എന്നത് വലിയൊരു വികാരമായിട്ട് ഉത്തർപ്രദേശിലെ അതർ ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എസ്.പിയുടെ ട്രംപ് കാർഡ് അതാണ്. ഈ മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ പറയുന്നത് ഞാൻ പിന്നോക്കക്കാരനാണ് എന്ന് പറയുമ്പോൾ പോലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്രാഹ്മണിക്കലായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐഡിയോളജിയാണ് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള നിലയ്ക്ക് സമാജ്വാദി പാർട്ടി വലിയ ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട്. വീണ്ടും സ്ട്രാറ്റജിക്കലായിട്ട് എറർ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അനാവശ്യമായ കാര്യമായിരുന്നു ഈ സമയത്ത് എന്ന് ബി.ജെ.പി തിരിച്ചറിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കണമെങ്കിൽ, വനിതാ സംവരണ ബില്ല് നടപ്പാക്കണമെങ്കിൽ, നല്ല കാര്യമാണ് വനിതാ സംവരണ ബില്ല്, ഒരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഭരണഘടന മാറ്റി എഴുതണം. ഭരണഘടന മാറ്റി എഴുതുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ബി.ജെ.പിയുടെ എന്നും അതിനാണ് ഈ 400 സീറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തിയപ്പം ബുമറാങ് ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പം എന്താണ് നരേന്ദ്രമോദി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ബാബറി മസ്ജിദിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പ്രസംഗിക്കുന്നത്. അതായത് ഇവരിനി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇവരാണ് ഭരണഘടന മാറ്റാൻ പോകുന്നതെന്നും അതെന്തിനാണ് വീണ്ടും അവിടെ അയോധ്യ ക്ഷേത്രം അടച്ചു പൂട്ടിയിട്ട് ബാബറി പള്ളിയുടെ പൂട്ടിയ താഴ് വീണ്ടും തുറക്കാനാണ് എന്ന് എന്തിനാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്? കാരണം വെച്ചാൽ ഈ ഭരണഘടന മാറ്റിയിടും എന്ന് പറയുന്ന ഒരു ഭീകര വികാരമായിട്ട് നെഗറ്റീവായിട്ട് മാറിയിരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വരുത്തിയിട്ടുള്ള വീഴ്ചകൾ എണ്ണം പറഞ്ഞുകൊണ്ടൊരു വലിയ വിഭാഗം ബി.ജെ.പിക്കുള്ളിൽ വളരെ ശാന്തതയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും പോവുക എന്നുള്ളത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ടുള്ളൊരു ശക്തമായ വികാരം കൊടുങ്കാറ്റ് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വികാരവും എന്ന് പറയുമ്പം നരേന്ദ്രമോദി 2014-ലും 2019-ലും ഉണ്ടാക്കിയ വേവ് വളരെ പ്രത്യക്ഷമായ വേവായിരുന്നു. ആ വികാരം നമ്മൾ കണ്ടു. ആ വികാരം വോട്ടായി മാറി. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സീറ്റായും മാറി. നമ്മളിപ്പോൾ കാണാത്ത വികാരം എന്ന് പറയുന്നത് ആൻറ്റി മോഡി വികാരമാണ്. അങ്ങനെ ഒരു വികാരം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ആൻറ്റി മോഡി വികാരം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത് പ്രത്യക്ഷമല്ലാത്തതുകൊണ്ടാണ്. 2004 അതിന് ഏറ്റവും നല്ല ഉദാഹരണം. 2004 നമ്മൾ ഒരു തരംഗവും കണ്ടിരുന്നില്ല. പക്ഷേ അടിത്തട്ടിൽ ഒരു വലിയ ഒഴുക്കുണ്ടാവുകയും ആ ഒഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2004 തെരഞ്ഞെടുപ്പിൽ വാജ്പേയി സർക്കാർ കടപുഴക്കി എറിയപ്പെടുകയും ചെയ്തുവെങ്കിൽ 2024 ഒരു തരംഗമുണ്ട്. ആ തരംഗം എന്ന് പറയുന്നത് ആൻറ്റി മോഡി വേവാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. Meet the editors.